ട്രിപ്പ് പോകാൻ ഞങ്ങൾ രാവിലെ ഒരു 7 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. കായംകുളത്തു നിന്ന് അടവിയിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു 2 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം കിയു ബേബിയുടെ ഫസ്റ്റ് ഡ്രൈവാണ്. അതുമാത്രമല്ല 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം കിയു രാവിലെ എഴുന്നേറ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാം പകുതി വെച്ച് അവന് വിശക്കും, ഫീഡ് ചെയ്യണമെന്നല്ല. അപ്പോൾ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 2 hours കൊണ്ട് ഞങ്ങൾ ഏകദേശം അടവിയിലെത്തി. വഴിയിലുള്ള ട്രാവലൊന്നും വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റോഡുകളെല്ലാം നല്ല സ്മൂത്തായിരുന്നു. മാത്രമല്ല വലിയ തിരക്കില്ലായിരുന്നു. രാവിലെയും കൂടെ ആയത് കാരണം അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 2 hours കഴിഞ്ഞൊരു 9 മണിയോടടുപ്പിച്ച് ഞങ്ങൾ അടവിയിലെത്തി. ആരും ഇല്ലായിരുന്നു, തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ഒരു പ്ലേസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത്. അതായത് എക്കോ ടൂറിസം അത് ഒരു 100% നീതി പുലർത്തിയൊരു സ്ഥലം എന്നേ ഞാൻ പറയുള്ളൂ. അതുപോലൊരു സ്ഥലമാണ്. മൊത്തം ചെടികളും, നമ്മളവിടെ നിന്ന് കഴിയുമ്പോൾ ഒരു കാടിനുള്ളിൽ നിൽക്കുന്നൊരു ഫീലാണ്. മൊത്തം കിളികളുടെയും ഈ കാട്ടുകോഴി അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ കരച്ചിൽ നമുക്ക് നന്നായിട്ട് കേൾക്കാം. ഒരു സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴേ കുറേ കൂടെ ആനിമൽസിൻ്റെയൊക്കെ കരച്ചിലും കാര്യങ്ങളും എല്ലാം കേൾക്കാമെന്നാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഞങ്ങളന്ന് ചെന്നിരുന്ന ദിവസം അവിടെ വളരെ ആൾക്കാർ കുറവായിരുന്നു. അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. 2 ചൂടായത് കാരണവും വെയിലായത് കാരണവും വെള്ളം വളരെ കുറവായതുകൊണ്ട് ആൾക്കാരിപ്പം പൊതുവേ കുറവാണ് വരുന്നത്. മാത്രമല്ല അവിടെ കൂടുതലും ഈവനിങ് ടൈമാണ് ആൾക്കാർ വരാറുള്ളത്. രാവിലെ അങ്ങനെ വരില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കിയുവിനെ കൊണ്ട് ഫസ്റ്റ് ടൈം, ഞാനും വട്ടവഞ്ചിയിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കയറുന്നത്. കായംകുളംകാരിയാണ്, ആലപ്പുഴക്കാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വട്ടവഞ്ചി കയറുന്നത്. അപ്പോൾ എനിക്കതിലൊരു പേടി ഉണ്ടായിരുന്നു. കിയു അതെങ്ങനെ ഇതാക്കും എന്നുള്ളത്, അതായത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് പേടിയായിരുന്നു. കാരണം അവന് പേടിയായിരിക്കുമോ, ഇനി ഇതിൽ കയറുമ്പോൾ അവൻ വഴക്കിടുമോ, ബഹളം വെക്കുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്കായിരുന്നു പേടി. അവനൊരു പേടിയില്ലായിരുന്നു സത്യത്തിൽ. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് വെള്ളവും കൂടെ ആകുമ്പോൾ വെള്ളം ഇത്ര അടുത്ത് കാണാൻ കിട്ടുന്നു. മാത്രമല്ല ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് എന്തോ ചെയ്യുന്നു, വള്ളം നീങ്ങുന്നു, അങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ ഒരു മൈൻഡിൽ. അവനൊരിടത്ത് അടങ്ങിയിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് ആ വട്ടവഞ്ചി തന്നെ അങ്ങോട്ട് കഴിഞ്ഞു ആ സൈഡിൽ പോന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞ് ഈ സൈഡിൽ പോന്നു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റാണ് അവൻ്റെ ഈ മുഖത്ത് കാണുന്ന സന്തോഷം. ആദ്യമൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവൻ ഓക്കെ. പിന്നെ ആ അപ്പൂപ്പൻ്റെ കൂടെ അവന് തുഴയണം, വള്ളം തുഴഞ്ഞാലേ പറ്റുമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. കാരണം അതിങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ തുഴയുന്ന കാണുമ്പോൾ അവനൊരു ആകാംക്ഷ. അപ്പോൾ അവനും ആ അപ്പൂപ്പനും കൂടെ ഒരു ബലപ്രയോഗം. അപ്പൂപ്പൻ പറയുന്നത്, മോനെ മുക്കിയാനത് പോവില്ല, ഞാൻ തുഴയാം. അപ്പം അപ്പൂപ്പൻ്റെ ഞാൻ തുഴയാം അപ്പൂപ്പ എന്നായിരിക്കും അവൻ്റെ മൈൻഡ് വോയിസ്. പിന്നെ അധികം ആനിമൽസിനെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. കുറച്ച് കുരങ്ങനെ കണ്ടു, പിന്നെ ഈ പറഞ്ഞ പോലെ കാട്ടുകോഴി. പിന്നെ അവർ പറയലുണ്ട് അവിടെ ഈ കടുവ, ആന. കിയു വെള്ളത്തിലിരുന്ന് കളിക്കുന്നതിൻ്റെ അടുത്ത് വോയിസ് ഞാൻ കേൾക്കാനത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ നിങ്ങൾ കേൾക്കട്ടെ എന്ന് കരുതിയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ് പോയത്. ഈ എക്കോ ടൂറിസത്തിൻ്റെ തന്നെ ബാലൻസാണ് ഈ എലിഫൻറ്റ് മ്യൂസിയം. എലിഫൻറ്റ് മ്യൂസിയത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവിടെ നമ്മൾ ഈ അടവിയിൽ കണ്ടതിനെക്കാട്ടിലും കുറേ കൂടെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. കാരണം എനിക്ക് പൊതുവേ ആനകളെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഭയങ്കര പേടിയുള്ളൊരു ആളും കൂടെയാണ്.
അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ഒരു ഐഡിയ ഇല്ല അവിടെ എന്താണുള്ളത്. ഒന്നൊന്നും എലിഫൻറ്റ് മ്യൂസിയം ആണെന്ന് പറയും, പക്ഷെ എന്താണ് അവിടെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ കാണുന്ന കുറച്ചൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ എൻ്റെ മനസ്സിലവിടെ ആന കാണും എന്നുള്ളൊരു ഇതൊന്നുമില്ല. കാരണം ചില ടൈമിൽ അവിടെ ആന കാണുള്ളൂ, ചില ടൈമിൽ ആന കാണില്ല, അങ്ങനെയൊക്കെയാണ്. എന്താണെന്നറിയില്ല, കിയോൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പറയല്ല, കിയോന് ആനിമൽസിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അതിപ്പോൾ ഇന്ന ആനിമൽ എന്നൊന്നുമില്ല, എല്ലാത്തിനോടും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആന. ആ ആനയെ അവൻ സ്റ്റാച്യു ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ജീവനോടെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇങ്ങനെ അനങ്ങുന്നു, തുമ്പിക്കൈ പൊക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു എൻ്റെ കിയുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ടിങ്. അവിടെ ആനക്കുട്ടൻ്റെ മുമ്പിൽ മീന എന്ന ആനയുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കേക്ക് കട്ടിയത്. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആനിമലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അവൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം എന്നുള്ളത്. അതെൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് നടന്നു. നാളെ ഒരു സമയത്ത് അവൻ കുറേ കൂടെ അറിവാകുന്ന പ്രായത്തിൽ എനിക്ക് അവൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം. നിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ കുറേ കൂടെ നേച്ചറുമായിട്ട് അതായത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എൻ്റെ കുട്ടിയുടെ എന്നെനിക്ക് അവനോട് അഭിമാനത്തോടെ പറയാം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ അവിടെ മ്യൂസിയം എന്നുള്ളതിൽ ഈ ആനകളുടെ ഈ സ്കൾട്ടൺ, അതേപോലെ ആനകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഈ തോട്ടി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, കാലിലിടുന്ന ചങ്ങല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതേപോലെ പണ്ടത്തെ ആനകളും ഇപ്പോഴത്തെ ആനകളും കാട്ടിലാനകളും നാട്ടിലാനകളും ഒക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ വ്യത്യാസങ്ങളിലുള്ള പിക്ചേഴ്സും അതേപോലെ സ്റ്റാച്യൂസും എല്ലാം അവിടെ തന്നെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട്. ഇതൊന്നും ഞാൻ ഒരു സിംഗിൾ വീഡിയോ കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളല്ല. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഇത്രയധികം എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. ആക്ച്വലി കുട്ടിയായിട്ട് പോലും, അവൻ 1 year old ആയിട്ട് പോലും അവൻ ആക്ച്വലി നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അവൻ്റെ വ്യൂ ഓഫ് പോയിൻ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൻ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ്റെ ആ ഹാപ്പി ഫേസാണ് എനിക്ക് ഏറ്റവും ആവശ്യം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രിപ്പിന്. അപ്പം ഞാൻ എപ്പോഴും അവനോട് ചോദിക്കുന്നൊരു കാര്യം, എടാ കിയോ ഹാപ്പി അല്ലേ, നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നാണ്. അപ്പോഴും അവൻ എന്നോട് പറഞ്ഞിട്ട് നീ പേടിക്കേണ്ട, അവൻ ഹാപ്പിയാണ്. കാരണം അവൻ ഹാപ്പി ആവാനും അവൻ ഹാപ്പി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് അവന് വേണ്ടി ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഒരുങ്ങിയൊരു ട്രിപ്പായിരുന്നു. ഞാൻ ആദ്യം കൊടൈക്കനാലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ കൊടൈക്കനാൽ ഫുള്ള് ടേണിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടും ഇത്രയും ഈ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് കുറവ് വണ്ടി ഓടിക്കാനുള്ളത് കൊണ്ടും മാത്രമാണ്. അത് മാത്രമല്ല കുട്ടിയും കൊണ്ട് അത്രയും ലോങ് എനിക്ക് അറിയില്ല എങ്ങനെ ആയിരിക്കും, കിയോ അതെങ്ങനെ എടുക്കും എന്നൊന്നും. സോ അതുകൊണ്ടാണ് ഞാനത് അടവിയിലേക്ക് മാറ്റിയത്. പക്ഷേ താങ്ക്